കൊച്ചിയിലെ അവയവ മാഫിയ അധികാര കേന്ദ്രങ്ങളുടെ പേരിൽ വ്യാജരേഖ ചമച്ച് കോടികളുടെ തട്ടിപ്പ്. ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്ത്. കൊച്ചി കേന്ദ്രീകരിച്ച് കഴിഞ്ഞ 3 വർഷത്തിലേറെയായി തഴച്ചു വളർന്ന വൻ അവയവ വിൽപ്പന മാഫിയയുടെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. MLA മാർ, MP മാർ, ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥർ എന്നിവരുടെ പേരിൽ വ്യാജ ലെറ്റർ ഹെഡുകളും സീലുകളും നിർമ്മിച്ച് അതീവ രഹസ്യമായാണ് ഈ സംഘം പ്രവർത്തിച്ചിരുന്നത്. പാവപ്പെട്ടവരെയും സാമ്പത്തികമായി തകർന്നവരെയും ലക്ഷ്യമിട്ട് തുച്ഛമായ തുക നൽകി അവയവങ്ങൾ കൈക്കലാക്കുന്ന ഈ സംഘം ആവശ്യക്കാരിൽ നിന്ന് 50 ലക്ഷം രൂപ വരെ ഈടാക്കിയാണ് കച്ചവടം ഉറപ്പിച്ചിരുന്നത്. ഭരണകൂട സംവിധാനങ്ങളെ പോലും വെല്ലുവിളിച്ചുകൊണ്ട് നടന്ന ഈ മാഫിയയുടെ വേരുകൾ സംസ്ഥാനത്തിന് പുറത്തേക്കും വ്യാപിച്ചതായാണ് ലഭിക്കുന്ന സൂചനകൾ. കേസിൽ ഇതുവരെ 5 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. എറണാകുളത്തെ ഗ്രാമപ്രദേശങ്ങളും കൊല്ലത്തെ കിളിക്കൊല്ലൂരും കേന്ദ്രീകരിച്ചാണ് പ്രധാനമായും ഈ മാഫിയ പ്രവർത്തിച്ചു വരുന്നത്. പള്ളിക്കരയിലെയും ചിത്രപ്പുഴയിലെയും സ്റ്റുഡിയോകളിൽ വച്ചാണ് വ്യാജരേഖകൾ ചമച്ചിരുന്നത്. MLA മാരായ ദലീമ ജോജോ, N ജയരാജ്, KP മോഹൻ, K രാധാകൃഷ്ണൻ MP എന്നിവരുടെ പേരിൽ വ്യാജരേഖകൾ ചമച്ചതിലൂടെ എത്രത്തോളം ആസൂത്രിതമായാണ് ഈ സംഘം നീങ്ങിയതെന്ന് വ്യക്തമാകുന്നു. പ്രധാന പ്രതി ഡൽഹിയിലേക്ക് കടന്നതായാണ് വിവരം. ഇയാളെ കണ്ടെത്താനായി അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. റൂറൽ ജില്ലാ പോലീസ് മേധാവി KS സുദർശന്റെ നേതൃത്വത്തിലുള്ള 6 പ്രത്യേക സംഘങ്ങളാണ് കേസ് അന്വേഷിക്കുന്നത്. ഗവൺമെന്റ് ഓഫീസുകളുടെ സീലുകൾ, വ്യാജ മാരേജ് സർട്ടിഫിക്കറ്റുകൾ, ഫോട്ടോ ഐഡികൾ എന്നിവ റെയ്ഡിൽ കണ്ടെത്തിയിട്ടുണ്ട്. വടക്കേക്കരയിലെ വീട്, പെരിങ്ങാലിലെ അപ്പാർട്ട്മെന്റ് എന്നിവിടങ്ങൾ കേന്ദ്രീകരിച്ചും ഇടപാടുകൾ നടന്നിരുന്നു. മനുഷ്യന്റെ നിസ്സഹായതയെ മുതലെടുത്ത് കോടികൾ കൊയ്യുന്ന ഇത്തരം സംഘങ്ങൾക്കെതിരെ ശക്തമായ നടപടി വേണമെന്നാണ് പൊതുസമൂഹത്തിന്റെ ആവശ്യം.